അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ കയ്യിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ നിലത്തു വീഴുകയാണെങ്കിൽ നിങ്ങളത് എടുക്കണം, വൃത്തിയാക്കിയ ശേഷം കഴിക്കണം. മറ്റു ചില റിവായത്തുകളിൽ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കഴിച്ച ശേഷം കയ്യിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നന്നായി വൃത്തിയാക്കി കഴിക്കുമായിരുന്നു. അതുപോലെ പാത്രത്തിൽ ബാക്കിയായ ആഹാരം പൂർണ്ണമായും വടിച്ചെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമായിരുന്നു. ആഹാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപക്ഷെ നമുക്ക് സാധാരണമെന്ന് തോന്നാവെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും വലിയ മഹത്വത്തോടുകൂടി കണ്ടിരുന്നു. ഒന്നിനെയും നിസ്സാരപ്പെടുത്തിയിരുന്നില്ല, ഒന്നിനെയും സാധാരണമായി കണ്ടിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളെയും മഹത്തായ കാര്യമായി കാണുകയും അതിനെല്ലാം വിലമതിക്കുകയും ആ നിലയിൽ ആ അനുഗ്രഹങ്ങളെ സമീപിക്കുകയും ചെയ്യുമായിരുന്നു. ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വ്യക്തമായ ചില ഉപദേശങ്ങളാണ് ഈ ഹദീസിൽ ഉള്ളത്. ഒരുപക്ഷെ ഒരൽപ്പം ആഹാരം തറയിൽ വീഴുമ്പോൾ അതെടുത്ത് കഴിച്ചില്ലെങ്കിൽ എന്താ, അതിലെന്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സാധാരണമായ അനുഗ്രഹങ്ങളെയും വളരെ വിലപ്പെട്ടതായി കണ്ടിരുന്നു എന്നതാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുക. സാധാരണ പറയും, കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ കാഴ്ച എന്താണെന്ന് മനസ്സിലാകൂ എന്ന്. ആഹാരം ഒരു നേരം കഴിക്കാൻ ലഭിക്കാത്തവനെ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകൂ. സുഭിക്ഷമായി എല്ലാ സമയവും ആഹരിക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് നമുക്കൊരുപക്ഷെ അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും വസ്തു സുഭിക്ഷമായി ലഭിച്ചാലും ദുർലഭമായി ലഭിച്ചാലും അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും കാണാതെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വില കൽപ്പിക്കുകയും ആ അനുഗ്രഹങ്ങളെ അതുപോലെ സമീപിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൻ്റെ തുടർച്ചയിൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ആ പ്ലേറ്റിൽ ബാക്കിയാക്കിയതിൽ അല്ലെങ്കിൽ വിരലിൽ ബാക്കിയായി കൊണ്ടുപോയി കഴുകിക്കളയുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും തറയിൽ പോയതിലൊക്കെ ആയിരിക്കും ബറക്കത്തുള്ളത്. ആ ബറക്കത്തുള്ള ആഹാരം നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങളുടെ പാത്രത്തിൽ കിട്ടിയത് അതെല്ലാം തീർത്തും നിങ്ങൾ കഴിക്കണം. അല്പം ആഹാരത്തിൻ്റെ കണിക പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഏതിലാണ് ബറക്കത്ത് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. അവിടെ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഉലമാക്കൾ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ആ ഭാഗത്തായിരിക്കാമെന്നും, അതല്ല ചില ഉലമാക്കൾ പറയുന്നതനുസരിച്ച് ആഹാരമെന്ന് പറയുന്നത് നാം കഴിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയാണ്, ആരോഗ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിന് സഹായകമാകുന്നത് ചിലപ്പോൾ ആ ആഹാരത്തിൽ കിട്ടുന്ന ബറക്കത്ത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആഹാരത്തിനെ ഒന്നിനെയും നിങ്ങൾ പാഴാക്കി കളയണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൃത്യമായ ഒരു ചര്യ, ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ ആഹാരത്തിലും നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയങ്ങളൊക്കെ നാം നമ്മളുടെ കർമ്മങ്ങളിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ പാലിച്ചു കൊണ്ടിരുന്നാൽ ഒരു ഭാഗത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളോട് വിലമതിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ ജീവിതത്തിൽ പാലിക്കുന്നവരാകാനും നമുക്ക് സാധിക്കും.